ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു പുതിയ സാധനം കാണിക്കാം. ഇതേ കണ്ടോ, ആരും ഞാൻ മീൻ കച്ചവടത്തിന് ഇരിക്കുവാന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ലാഭത്തിൽ കിട്ടിയ മീനാണ്. ഞാൻ ഇങ്ങനെ മേടിച്ചു. ഇത് ഇനി നന്നാക്കി എടുത്ത് കുറച്ച് നിങ്ങളെ കറി വെച്ച് കാണിക്കാം. കണ്ടോ, ഇത് എന്താ ഈ മീനിന്റെ പേരെന്നൊന്നും അറിയില്ല. അവരെന്തോ ഒരു പേര് പറഞ്ഞു. ഞാൻ ഇനി മേടിച്ചു. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ. ഇത് 10 കിലോ ഉണ്ട്. കറി വെച്ച് വെട്ടി നന്നാക്കി കാണിക്കാം. കണ്ടോ, മീനൊക്കെ മുറിച്ച് ഇതേപോലെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ വേറെ വെച്ചേക്കുവാണ്. ഇത് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫിഷ് ബിരിയാണി അടിപൊളിയാണ്. ഇനി ഇതിനകത്ത് മുളകും ഇതൊക്കെ തിരുമ്മണം. അതെല്ലാം റെഡിയാക്കി വരാം. അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടാകുമ്പോൾ പറയും, ഇത് കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ എന്ന് പറയും. അത്രയും ടേസ്റ്റാണ്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ബിരിയാണി മീൻ പൊരിക്കാൻ വേണ്ടി മസാലയാക്കുവാണേ. ഇതിനകത്തേക്ക് നമ്മൾ 1 സ്പൂണ് വെളുത്തുള്ളി അരച്ച് പേസ്റ്റാക്കിയത്, ഒരു സ്പൂണ് ഇഞ്ചി പേസ്റ്റാക്കിയത്, രണ്ടും ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഇത്ര മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്. പിന്നെ കുറച്ച് മസാല, ഗരം മസാല പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുവാണേ ഞാൻ. ഒരു സ്പൂണ് മുളക് പൊടി. ഇത് കൂട്ടി യോജിപ്പിക്കുക. ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒരു സ്പൂണ് നാരങ്ങ നീരും കൂടെ കൂട്ടി വേണം ഇത് യോജിപ്പിക്കാൻ. എന്നിട്ട് നമുക്ക് മീനിട്ട് തിരുമ്മാം. ഞാൻ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ നീരാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ ഉണ്ടാവും. നല്ല നീരുള്ള നാരങ്ങയാണ്. ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ഉണ്ടോ. മസാലയെല്ലാം ഇതാക്കി മീനിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഇത് വെക്കണം. എന്നിട്ട് വേണം മീൻ പൊരിക്കാൻ. ഇത് നമ്മളെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീനാക്കി കൊണ്ടുവന്ന മീൻ ഇട്ട് തിരുമ്മി വെക്കാം. അരമണിക്കൂർ വെച്ചിട്ട് പൊരിക്കാം. എല്ലാ മീനും ഇതേപോലെ നമുക്ക് തിരുമ്മി വെക്കാം. അപ്പം നമ്മളുടെ മീനെല്ലാം ഇതാ തിരുമ്മി നല്ല യോജിപ്പിച്ച് മുളകൊക്കെ ഉണ്ടോ, നല്ല കളറല്ലേ, എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പൊരിക്കാം കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാവരും മീൻ ഏതായാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇങ്ങനത്തെ കഷ്ണം കിട്ടുന്ന മീൻ വേണം. അതാണ് നല്ലത് ബിരിയാണിക്ക്. ഐക്കൂറയോ ആഗോലിയോ അതൊക്കെ നല്ലതാണ്. ചെമ്മീനും നല്ലതാണ്. പിന്നെ ഇതുപോലെ കഷ്ണം കിട്ടുന്ന ഏത് മീനായാലും ഇതുപോലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള മീനൊക്കെ പൊരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പൊരിക്കുന്നത്. കണ്ടോ, മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായി. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. കണ്ടോ, ഇതിനി നമുക്ക് പൊരിച്ച് എടുക്കാം. അപ്പോൾ നമ്മളെ ഫിഷ് ബിരിയാണിക്കുള്ള മീനെല്ലാം നല്ല ഇതിൽ പൊരിഞ്ഞിട്ടുണ്ട്. മറിച്ചിട്ട് കണ്ടോ, ഇതേപോലെ പൊരിയണം. ഇനി മസാലയ്ക്കകത്ത് കുറച്ച് നേരം വേവാനുണ്ട്. കണ്ടോ, ഇതേപോലെ പൊരിച്ചെടുക്കണേ. അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ലൈക്കും കമൻറ്റും എല്ലാം തരണം. ആദ്യം തന്നെ നമ്മൾ ഏലക്ക, പട്ട ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളം തീയിൽ വെച്ച് ഇനി ഇതിനകത്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കും. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നെയ്യ് ലാസ്റ്റാണ് കൂട്ടുന്നത്. ഇത് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത് ബിരിയാണി. ഇതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞൊഴിച്ച് ഇനി അരി നമ്മൾ കഴുകി
അരി ഇവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിനകത്തേക്ക് ഇട്ട് ഊറ്റിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇവിടെ വഴറ്റുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് വഴറ്റുവാണ്. തക്കാളി ഇവിടെ പേസ്റ്റാക്കി ഒഴിക്കുന്നത്. ഞാൻ പേസ്റ്റാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. ചോറ് ഇവിടെ വേവുന്നുണ്ട്. മീൻ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റാക്കിയിട്ട് വിളമ്പും. ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ബിരിയാണിയാണ്, ഫിഷ് ബിരിയാണി. അപ്പോൾ നമ്മൾ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് ഇതിലേക്ക് തട്ടിയിടുവാണ്. ഇനി ഇതിൻ്റെ കൂടെ മീനും കൂടെ വെച്ച് മീൻ പൊരിച്ച് മസാലയാക്കണം.